ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദ് എന്ന ശീർഷകവും സോളമൻ, റഹോബോവാം, ജെറോബോവാം എന്നീ ഉപശീർഷകങ്ങളുമുള്ള ഈ അധ്യായത്തിൽ 25 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. സാമുവേലിന് ശേഷം ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ആര്? ഉത്തരം നാഥാൻ. ചോദ്യം 2. സമാധാന ബലിയിൽ വിശിഷ്ടമായതെന്ത്? ഉത്തരം കൊഴുപ്പ്. ചോദ്യം 3. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഉത്തരം ദാവീദ്. ചോദ്യം 4. ദാവീദ് സിംഹങ്ങളുമായി കളിയാടിയത് എന്തിനോടുകൂടി എന്നതുപോലെ? ഉത്തരം കോലാട്ടിൻ കുട്ടികളോട് എന്നതുപോലെ. ചോദ്യം 5. ദാവീദ് കരടികളുമായി കളിയാടിയത് എന്തിനോടുകൂടി എന്നതുപോലെ? ഉത്തരം ചെമ്മരിയാട്ടിൻ കുട്ടികളോട് എന്നതുപോലെ. ചോദ്യം 6. ദാവീദ് യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരം ഉയർത്തിയപ്പോൾ ആരുടെ അഹങ്കാരമാണ് തകർന്നത്? ഉത്തരം ഗോലിയാത്തിൻ്റെ. ചോദ്യം 7. ഗോലിയാത്ത് എന്ന മല്ലനെ കൊന്ന് ദാവീദ് നീക്കിക്കളഞ്ഞതെന്ത്? ഉത്തരം ജനത്തിൻ്റെ അപമാനം. ചോദ്യം 8. ദാവീദ് അപേക്ഷിച്ചത് ആരോട്? ഉത്തരം അത്യുന്നതനായ കർത്താവിനോട്. ചോദ്യം 9. എന്തിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിനാണ് കർത്താവ് ദാവീദിൻ്റെ വലതുകരം ശക്തമാക്കിയത്? ഉത്തരം തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്. ചോദ്യം 10. തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് കർത്താവ് ശക്തമാക്കിയത് എന്ത്? ഉത്തരം ദാവീദിൻ്റെ വലതുകരം. ചോദ്യം 11. തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതിന് വേണ്ടി കർത്താവ് ദാവീദിൻ്റെ വലതുകരം ശക്തമാക്കിയപ്പോൾ ജനം ആർത്തു വിളിച്ചത് എന്ത്? ഉത്തരം 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന്. ചോദ്യം 12. തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് ദാവീദിൻ്റെ വലതുകരം ശക്തമാക്കിയപ്പോൾ ആർത്തു വിളിച്ചുകൊണ്ട് ജനം ദാവീദിനെ അണിയിച്ചതെന്ത്? ഉത്തരം മഹത്വത്തിൻ്റെ കിരീടം. ചോദ്യം 13. എന്തിനെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത്? ഉത്തരം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി. ചോദ്യം 14. ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ? ഉത്തരം ചുറ്റുമുള്ള ശത്രുക്കളെ. ചോദ്യം 15. ദാവീദ് നശിപ്പിച്ചത് ആരെ? ഉത്തരം എതിരാളികളായ ഫിലിസ്ത്യരെ. ചോദ്യം 16. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും ദാവീദ് പ്രകീർത്തിച്ചത് എന്ത്? ഉത്തരം അത്യുന്നതൻ്റെ മഹത്വം. ചോദ്യം 17. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് ദാവീദ് കൃതജ്ഞത അർപ്പിച്ചത് ആർക്ക്? ഉത്തരം പരിശുദ്ധനായ ദൈവത്തിന്. ചോദ്യം 18. ദാവീദ് സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് എപ്രകാരം? ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ. ചോദ്യം 19. മധുരമായ ഗാനം എവിടെ ആലപിക്കുവാൻ വേണ്ടിയാണ് ദാവീദ് ഗായക സംഘത്തെ നിയോഗിച്ചത്? ഉത്തരം ബലിപീഠത്തിനു മുമ്പിൽ. ചോദ്യം 20. ദാവീദ് മനോഹാരിത പകരുകയും കാലം നിശ്ചയിക്കുകയും ചെയ്തത് എന്തിന്? ഉത്തരം ഉത്സവങ്ങൾക്ക്. ചോദ്യം 21. ഉദയത്തിനു മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായത് എന്തിനാൽ? ഉത്തരം ഗായക സംഘത്തിൻ്റെ സ്തുതിഗീതങ്ങളാൽ. ചോദ്യം 22. കർത്താവ് ദാവീദിന് ഉടമ്പടി വഴി നൽകിയത് എന്തെല്ലാം? ഉത്തരം രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും. ചോദ്യം 23. ദാവീദിന് പിൻഗാമിയായ ബുദ്ധിമാനായ പുത്രൻ ആര്? ഉത്തരം സോളമൻ. ചോദ്യം 24. സോളമൻ്റെ ഭരണകാലം എപ്രകാരം ഉള്ളതായിരുന്നു? ഉത്തരം സമാധാനപൂർണം. വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 25. കർത്താവിൻ്റെ നാമത്തിൽ ഒരു ആലയം നിർമ്മിച്ച് സോളമൻ ഒരുക്കിയതെന്ത്? ഉത്തരം എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം.
ചോദ്യം 26. നദി പോലെ കവിഞ്ഞൊഴുകിയത് എന്ത്? ഉത്തരം സോളമൻ്റെ വിജ്ഞാനം. ചോദ്യം 27. ലോകമാസകലം വ്യാപിച്ച തൻ്റെ ജ്ഞാനത്തെ സോളമൻ നിറച്ചത് എന്തുകൊണ്ട്? ഉത്തരം ഉപമകളും സൂക്തങ്ങളും കൊണ്ട്. ചോദ്യം 28. സോളമൻ്റെ പ്രശസ്തി എത്തിയത് എവിടെ? ഉത്തരം വിദൂര ദ്വീപുകളിൽ. ചോദ്യം 29. സോളമൻ പ്രിയങ്കരനായത് എന്തുകൊണ്ട്? ഉത്തരം സമാധാനപൂർണമായ ഭരണം നിമിത്തം. ചോദ്യം 30. സോളമൻ ജനതകളെ വിസ്മയാധീനരാക്കിയത് എപ്രകാരം? ഉത്തരം തൻ്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും കൊണ്ട്. ചോദ്യം 31. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ സോളമൻ ശേഖരിച്ചത് എന്തെല്ലാം? ഉത്തരം തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും. ചോദ്യം 32. സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷങ്ങൾക്ക് കീഴ്പ്പെട്ട് സോളമൻ വരുത്തിവെച്ചത് എന്ത്? ഉത്തരം സത്കീർത്തിക്ക് കളങ്കം വരുത്തി. ചോദ്യം 33. സന്തതി പരമ്പരകൾക്ക് ദുഃഖകാരണമായതെന്ത്? ഉത്തരം സോളമൻ്റെ ഭോഷത്വം. ചോദ്യം 34. രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നത് എവിടെ നിന്ന്? ഉത്തരം എഫ്രായിമിൽ നിന്ന്. ചോദ്യം 35. പൂരിപ്പിക്കുക. കർത്താവ് ഒരിക്കലും ഡാഷ് വെടിയുകയോ തൻ്റെ ഡാഷ് നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. ഉത്തരം കാരുണ്യം വെടിയുകയോ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ. ചോദ്യം 36. കർത്താവ് താൻ തിരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ലാത്തതിനാൽ അവിടുന്ന് അവശേഷിപ്പിച്ചത് എന്ത്? ഉത്തരം യാക്കോബിനൊരു ഗണത്തെയും ദാവീദിൻ്റെ വംശത്തിൽ ഒരു സന്തതിയെയും. ചോദ്യം 37. സോളമൻ പിതാക്കന്മാരോട് ചേർന്നപ്പോൾ സ്ഥാനമേറ്റത് ആര്? ഉത്തരം റഹോബോവാം. ചോദ്യം 38. റഹോബോവാം ആരായിരുന്നു? ഉത്തരം സോളമൻ്റെ സന്തതികളിൽ ഒരുവൻ. ചോദ്യം 39. റഹോബോവാമിൻ്റെ വിശേഷണങ്ങൾ എന്തെല്ലാം? ഉത്തരം വിഡ്ഢിത്തത്തിൽ ഒന്നാമൻ, വിവേകത്തിൽ ഒടുവിലത്തവൻ. ചോദ്യം 40. റഹോബോവാമിൻ്റെ ഭരണം എന്തിന് കാരണമായി? ഉത്തരം ജനങ്ങളുടെ കലാപത്തിന്. ചോദ്യം 41. ജെറോബോവാം ആരുടെ പുത്രനായിരുന്നു? ഉത്തരം നെബാത്തിൻ്റെ. ചോദ്യം 42. ജെറോബോവാം തിന്മയിലേക്ക് നയിച്ചത് ആരെ? ഉത്തരം ഇസ്രായേലിനെ. ചോദ്യം 43. ജെറോബോവാം പാപമാർഗത്തിൽ നടത്തിയത് ആരെ? ഉത്തരം എഫ്രായിമിനെ. ചോദ്യം 44. ജെറോബോവാം എത്രത്തോളമാണ് പാപത്തിൽ മുഴുകിയത്? ഉത്തരം സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം. ചോദ്യം 45. പൂരിപ്പിക്കുക. തങ്ങളുടെ മേൽ ഡാഷ് പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു. ഉത്തരം പ്രതികാരം. വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്ത് സഹായിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.